ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അഭിയുടെയും ജാനകിയുടെയും വീടിന്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തുകൂടെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ജാനകിയുടെയും അഭിയുടെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ അളകാപുരി തറവാട്ടിലേക്ക് വലതുകാലം എടുത്തു വെച്ച് നിരഞ്ജന കയറുകയാണ്. അപ്പം നിരഞ്ജനയ്ക്ക് നിലവിളക്കൊക്കെ കൊടുത്ത് നിരഞ്ജനയെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചത് നമ്മുടെ ജാനകിയാണല്ലോ. ഇതൊക്കെ കണ്ടിട്ട് അപർണയ്ക്കും അതുപോലെ നമ്മുടെ മുത്തുവിനും ഒന്നും തീരെ ദഹിക്കുന്നില്ല. രണ്ടുപേരും കൂടി അപ്പുറം മാറി നിന്ന് പൊരിഞ്ഞ് ചർച്ച ചെയ്യാണ്. അതെ, ജാനകി വന്ന പാടെ തന്നെ നിരഞ്ജനയെ കയ്യിലെടുത്തിരിക്കുക. നിരഞ്ജന പറഞ്ഞത് കേട്ടില്ലേ മുത്തമ്മ? നിരഞ്ജനയുണ്ടല്ലോ ജാനകിയുടെ പക്ഷത്താണ്. ഇനി മുതൽ ഈ വീട്ടിലുള്ള മറ്റാർക്കും അവൾ അത്രയും വില കൊടുക്കുമെന്നൊന്നും തോന്നുന്നില്ല. എന്തായാലും മോള് പറഞ്ഞത് കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന് മുത്തശ്ശിയും സമ്മതിക്കുക. മുത്തശ്ശി, നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവരെ തമ്മിൽ അങ്ങ് തെറ്റിച്ചാലോ. മോളെ, ഈ മുത്തുവിൻ്റെ സ്വഭാവം എൻ്റെ മോൾക്ക് ശരിക്കും അങ്ങ് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ജാനകി ഈ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിക്കാനായിട്ട് കിട്ടുന്ന ഒരവസരവും ഈ മുത്തിയമ്മ പാഴാക്കില്ല. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മുടെ അപർണയുടെ അടുത്ത് പറയുക. അപ്പം അപർണയാണെങ്കിലും എന്തേലും ആവട്ടെ, തൻ്റെ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരാളെങ്കിലും ഈ വീട്ടിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയെ നല്ലതുപോലെ സോപ്പിട്ട് കൂടെ നിർത്തണം. എന്നാൽ മാത്രമേ ഈ പറയുന്നത് പോലെ ജാനകിയോടും നിരഞ്ജനയോടും ഒക്കെ തനിക്ക് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകുള്ളൂ. അങ്ങനെ മുത്തമ്മയാണ് ഭയങ്കര കാര്യമായിട്ട് നമ്മുടെ അപർണയോട് പറഞ്ഞു, മോളെ, ഇവിടെ ആകെ നമ്മുടെ അളകാപുരി തറവാടിൻ്റെ ആ ഒരു പ്രൗഢി അനുസരിച്ച് നടന്ന കല്യാണം എന്ന് പറഞ്ഞാൽ മോളുടെയും അമലിൻ്റെയും കല്യാണമോ, അല്ലാതെ ഇപ്പം നടന്നതും ജാനകി ഇവിടെ വലിഞ്ഞു കയറി വന്നതും ഒന്നും ഒരു കല്യാണമായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് മോള് തന്നെ ആയിരിക്കും അളകാപുരിയിൽ ഏറ്റവും പ്രിയപ്പെട്ടവള്. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് മാറാൻ മോൾക്കേ സാധിക്കുകയുള്ളൂ. പിന്നെ പ്രഭ കാണിക്കുന്ന സ്നേഹമൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും വലിയ കാര്യമൊന്നും ഇല്ല മോളെ. ഏത് നിമിഷം വേണമെങ്കിലും ജാനകിയെ ചവിട്ടി അരയ്ക്കാനായിട്ട് പ്രഭയ്ക്ക് സാധിക്കും. ഞാനുണ്ടല്ലോ അത്ര കണ്ട് കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട്. എന്തായാലും മോള് വിഷമിക്കുമൊന്നും വേണ്ട. മോൾക്ക് ഈ അളകാപുരി തറവാട്ടിലുള്ള സ്ഥാനവും മതിപ്പും ഒന്നും ഒരു കാരണവശാലും ഒരുത്തി വന്നാലും നഷ്ടപ്പെടില്ല എന്നൊക്കെ മുത്തശ്ശി വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അപർണ സന്തോഷത്തിൽ നിൽക്കും. പിന്നെ ആണെങ്കിലോ നമ്മുടെ ജാനകിയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ നിരഞ്ജന സംസാരിക്കുകയാണ്. ഏട്ടത്തി, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഏട്ടത്തി. ഒരു ഘട്ടത്തിൽ ഈ വിവാഹം നടക്കില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചതാ. പക്ഷേ ഏട്ടത്തിയുടെ ആ ഒരു ഇടപെടൽ മൂലമല്ലേ അജയ് തിരിച്ചു വന്നത്. എന്തായാലും ഏട്ടത്തി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അന്ന് മരണത്തിൽ നിന്ന് സഹായിച്ചു, ഇപ്പതാ എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നതും ഏട്ടത്തി തന്നെയാണ്. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഏട്ടത്തിയുടെ അനുജത്തിയായിട്ട് ഈ തറവാട്ടിൽ വന്ന് കയറാൻ പറ്റിയില്ലേ. എന്തായാലും മോളെ, നിനക്ക് നല്ല രീതിയിലൊക്കെ ഇവിടെ ജീവിക്കാമല്ലോ. നമ്മൾ ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെയും കാലശേഷം പിന്നെ നമ്മൾ ഇതുപോലെ കൂട്ടുകുടുംബമായിട്ടൊന്നും ജീവിക്കണമെന്നില്ല. നമ്മുടെ ഇഷ്ടത്തിന് തന്നെ എങ്ങോട്ടാന്ന് വെച്ചാൽ മാറി താമസിക്കാം. എന്തായാലും നീ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം നിനക്ക് കിട്ടിയല്ലോ. അപ്പം അജയുടെ ഭാര്യയായിട്ട് നീ അളകാപുരിയിൽ ഉണ്ടാവണം. അങ്ങനെ നമ്മുടെ ജാനകിയും അതുപോലെ തന്നെ നിരഞ്ജനയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ വീട്ടിലെ ജോലിക്കാരി ചേച്ചി ഒരു ഗ്ലാസ് പാലും ഒക്കെ എടുത്തോണ്ട് വരികയാണ്. മോളെ, ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, അപ്പം ഈ പാലുമായിട്ട് അജയുടെ റൂമിലേക്ക് പോയിക്കോളാൻ പറയുക. അങ്ങനെ ഒരു നാണത്തോടു കൂടി നമ്മുടെ നിരഞ്ജന ആ പാൽ ഗ്ലാസ്സൊക്കെ വാങ്ങിച്ച് അവൾ നേരെ അവരുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങുക. അപ്പം ഈ സമയത്താണെങ്കിലോ ഇന്ന് ഇവളുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ അപർണ റൂമിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുക. എനിക്ക് കിട്ടേണ്ടുന്ന ജീവിതമായിരുന്നു, അത് തട്ടിപ്പറിച്ച് അവളിപ്പതാ സുഖിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അപർണയ്ക്കൊരു കോള് വരിക. അപ്പോൾ കോള് വന്നത് മറ്റാരും അല്ല, നമ്മുടെ തമ്പിയാണ് വിളിച്ചത്. മോളെ, അച്ഛൻ ഇന്നൊരു അബദ്ധം പറ്റിയത് കൊണ്ടാണല്ലോ ആ വിവാഹം നടന്നത്. എൻ്റെ അച്ഛൻ ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കണ്ട. ഞാൻ അച്ഛനൊരു വാക്ക് തന്നതല്ലേ, ഇന്ന് എനിക്ക് ഈ അളകാപുരി തറവാട്ടുകാരുടെ മുന്നിൽ ജയിച്ച് നിൽക്കണമെന്ന്. എന്നിട്ട് അച്ഛൻ എന്താ ചെയ്തത്? വെറും പണി അറിയാൻ പാടില്ലാത്ത 2-3 ഗുണ്ടകളെ ഈ കാര്യം അങ്ങോട്ട് ഏൽപ്പിച്ചു. എന്നിട്ട് അഭി ഇറങ്ങി തിരിച്ച് അജയെ പുഷ്പം പോലെ രക്ഷിച്ചുകൊണ്ടും പോയി. ഇപ്പം അവൻ്റെ കല്യാണവും നടന്നു. ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോവാണ്. എല്ലാവരും കൂടി അവളെ എടുത്ത് തലയിൽ വെച്ചിരിക്കുക. ഇപ്പം ഞാനാണെങ്കിലോ ഈ തറവാട്ടിൽ ആരും അല്ലാത്തവളെ പോലെ നിൽക്കുക.
മോള് വിഷമിക്കൊന്നും വേണ്ട മോളെ. എന്തായാലും നിരഞ്ജനയും അഭിയും തമ്മിൽ അതുപോലെ ജാനകിയും തമ്മിലും ഒക്കെ നമുക്ക് അടുപ്പിക്കാം. മോള് കാത്തിരുന്നോ, ഈ അച്ഛൻ നിനക്ക് വേണ്ടി ഉണ്ടാകുമെന്നുള്ള വാക്ക് അച്ഛൻ ഇവിടെ വെച്ച് തരിക. ഓ, അച്ഛൻ്റെ ഒരു വാക്ക്. അച്ഛൻ ഇനി അധികം ഒന്നും സംസാരിക്കണ്ട, ഞാൻ ആലോചിച്ച് എന്താ വേണ്ടുന്നതെന്ന് വെച്ചാൽ ചെയ്തോളാന്നും പറഞ്ഞ് അപർണ ഫോൺ വെക്കുക. പിന്നെ ആണെങ്കിൽ അപർണ ഇങ്ങനെ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ നിരഞ്ജന ആ ഗ്ലാസ് പാലും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറി വരികയാണ്. നിരഞ്ജനയെ കണ്ടതും നമ്മുടെ അപർണയ്ക്കാണ് നല്ല ദേഷ്യം വരിക. വരുന്നുണ്ട് അവള്. ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനാണോ മോളെ? അല്ല, നിങ്ങൾ ഈ ശാന്തി മുഹൂർത്തം ഒന്നും നോക്കുന്നില്ലേ? അങ്ങനെ പ്രത്യേക മുഹൂർത്തമൊക്കെ ഉണ്ട്, എന്നാലല്ലേ കറക്റ്റായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഓ, ഇനി എന്ത് ശാന്തി മുഹൂർത്തം നോക്കാനാ? എൻ്റെ കെട്ടിയോനെ ആൾക്കാർ ചേർന്ന് തട്ടിക്കൊണ്ട് പോയിട്ടും ഈ വിവാഹം നടന്നില്ലേ? അത് ജാനിയേട്ടത്തി പറഞ്ഞത് കൊണ്ടാണ്, ഞാൻ ജാനിയേട്ടത്തി വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ്. ഓ, അങ്ങനെ ജാനകിയേട്ടത്തി പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും ഫലിക്കണമെന്നൊന്നും ഇല്ല മോളെ. നീ എന്തായാലും നിനക്ക് ഇത്തരത്തിലുള്ള ആചാരങ്ങളിലൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. ഞങ്ങൾക്ക് എന്തായാലും അത്തരത്തിലുള്ള ആചാരങ്ങളിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഞാനും എൻ്റെ അജയും തമ്മിൽ ജീവിക്കാൻ തീരുമാനിച്ചല്ലോ. ഇപ്പതാ എല്ലാ മുഹൂർത്തവും ഒത്തിണങ്ങി വന്നിരിക്കുകയാണ്. എന്തായാലും ഇന്ന് തന്നെ ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം അങ്ങോട്ട് നടക്കും. അപ്പം നമ്മുടെ നിരഞ്ജന അപർണയെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ അവൾ ആ ഒരു ഗ്ലാസ് പാലുമായിട്ട് അവൻ്റെ റൂമിലേക്ക് കയറി പോകുമ്പം എന്തോ പോയ അണ്ണാനെ പോലെ നമ്മുടെ അപർണ അവരെ നോക്കി നിൽക്കുന്നത് കാണിക്കുകയാണ്. എന്തായാലും ഈ ഫസ്റ്റ് നൈറ്റ് കലക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ കുരുട്ട് പരിപാടികൾ ഇവൾ ഒപ്പിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അങ്ങനെ റൂമിലേക്ക് കയറി ചെല്ലുന്ന നമ്മുടെ നിരഞ്ജന അജയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുക. അജയ്, ശരിക്കും എന്താ സംഭവിച്ചത്? നീ ഇന്ന് എവിടെയാ പോയത്? നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ? എന്തൊക്കെയായിരുന്നു നടന്നത് എന്ന് ചോദിക്കുക. അപ്പം അജയ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് തന്നെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് മുൻകൈ എടുത്തത് ശരണാണെന്നാണ്. പക്ഷെ പാവം ശരൺ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപർണയും അവളുടെ തന്തയും കൂടി ഒപ്പിച്ച പരിപാടിയാണ് ഇതെന്ന് നമ്മുടെ അഭിക്കും ജാനകിക്കും മാത്രമല്ലേ അറിയുള്ളൂ. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാണിച്ചുകൊണ്ട് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.